എല്ലാവർക്കും നമസ്കാരം. റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഓരോ പരീക്ഷയ്ക്കും നിങ്ങൾ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. 20 മാർക്കോളം ചോദ്യങ്ങൾ ഓരോ പരീക്ഷയ്ക്കും കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കി വയ്ക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്ക വെനസ്വേലയിൽ കയറി ആക്രമിച്ചു. അപ്പോൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, അമേരിക്കയും ഇന്ത്യയുടെ റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ വേണം നിങ്ങൾ കറണ്ട് അഫെയർ പഠിക്കാൻ. അല്ലാതെ ആ ഒരു സംഭവം മാത്രം പഠിച്ചു വെക്കരുത്. ഇനി ആ സംഭവത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ മധ്യസ്ഥ ചർച്ച വഹിച്ച ചോദ്യമൊക്കെ നമ്മൾ BFO പരീക്ഷയ്ക്ക് കണ്ടു. അപ്പോൾ അതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫെയർ അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കുക. ന്യൂസുകൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ വായിക്കുക. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കടക്കാം. ഈയിടെ അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഖാലിദ സിയ ആണ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP നേതാവാണ്. അപ്പോൾ ഖാലിദ സിയ എന്ന ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി അന്തരിച്ചു ഈയിടയ്ക്ക്. ഇന്ത്യയിലെ 5-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പൽ INS V കൗണ്ഡിന്യ. അജന്ത ഗുഹാചിത്രങ്ങളിൽ കാണുന്ന കപ്പലിൻ്റെ മാതൃകയിലാണ് നിർമ്മാണം. കന്നി യാത്ര ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ഒമാനിലേക്കാണ്. സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിൽ സമഗ്ര സംഭാവനയ്ക്ക് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോട് അനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരം നേടിയ എഴുത്തുകാരൻ NS മാധവനാണ്. സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോട് അനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരം നേടിയ എഴുത്തുകാരൻ NS മാധവൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി രാജൻ ഗുരുക്കളാണ് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. അന്താരാഷ്ട്ര T20 മത്സരത്തിൽ 8 വിക്കറ്റ് നേടുന്ന ആദ്യ താരം സോനം യഷിയാണ്. അന്താരാഷ്ട്ര T20 മത്സരത്തിൽ 8 വിക്കറ്റ് നേടുന്ന ആദ്യ താരമാണ് സോനം യഷി. ഭൂട്ടാൻ്റെ കളിക്കാരനാണ് സോനം യഷി എന്ന കളിക്കാരൻ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് HAL രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്റർ ധ്രുവ് NG ഹെലികോപ്റ്ററാണ്. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച മലയാളി കാമ്യ കാർത്തികേയനാണ്. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച മലയാളി കാമ്യ കാർത്തികേയൻ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് RK അഗർവാൾ. ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബ്ലിറ്റ്സ് കിരീടവും നേടിയ താരം മാഗ്നസ് കാൾസനാണ്. ബ്ലിറ്റ്സ് കിരീടവും നേടിയ താരം മാഗ്നസ് കാൾസൺ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2025 ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഒന്നാമതെത്തിയത്. ആഗോള നിക്ഷേപ കമ്പനിയായ ബെർക്ക്ഷയർ ഹാത്തവേയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്ന് വിരമിച്ചത് വാറൻ ബഫറ്റാണ്. 2026 ജനുവരി 1 മുതൽ യൂറോ ഔദ്യോഗിക നാണയമായി സ്വീകരിച്ച യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യം ബൾഗേറിയയാണ്. 2026 ജനുവരി 1 മുതൽ യൂറോ ഔദ്യോഗിക നാണയമായി സ്വീകരിച്ച യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യം ബൾഗേറിയ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യ റൂട്ട് അസമിലെ ഗുവാഹട്ടി, പശ്ചിമ ബംഗാൾ, ഹൗറയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യ റൂട്ട് അസമിലെ ഗുവാഹട്ടി, പശ്ചിമ ബംഗാളിലെ ഹൗറ. ന്യൂയോർക്കിൻ്റെ 112ാം മേയറായി 2026 ജനുവരി 1 അധികാരമേറ്റ ആദ്യ ഇന്ത്യൻ വംശജനും ആദ്യ മുസ്ലിമുമായ വ്യക്തി സൊഹ്റാൻ മംദാനി. ഇന്ത്യ S-500 പ്രൊമിത്യൂസ് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് ഏതു രാജ്യത്തു നിന്നാണ്? ഇന്ത്യ S-500 പ്രൊമിത്യൂസ് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് കേട്ടോ.
അമേരിക്കൻ സൈന്യം ഏത് രാജ്യത്ത് കടന്നു കയറിയാണ് പ്രസിഡൻറ്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയത്? വെനസ്വേലയിൽ നിന്നാണ്. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ, ഭാര്യ സിലിയ ഫ്ലോറസ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് US ജയിലിൽ അടച്ചു. ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ് എന്നാണ്. ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ്. ദെൻ വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡൻ്റായി ചുമതലയേറ്റത് ഡെൽസി റോഡ്രിഗസ് ആണ്. ഡെൽസി റോഡ്രിഗസ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.